ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജോബ് ക്രാക്ക് ചെയ്യുക എന്നുള്ളത് പലരെ സംബന്ധിച്ചിടത്തോളം ഒരു ഡോണ്ടിങ് ടാസ്ക് ആയിട്ട് തോന്നാം. കാരണം പല ജോബിനും പല സ്കിൽ സെറ്റ്സും പിന്നെ ഒരു നീണ്ട ഒരു ജോബ് ഡിസ്ക്രിപ്ഷനും കാണുമ്പോൾ തന്നെ പലരുടെയും കണ്ണ് തള്ളും. പക്ഷേ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖല എന്ന് പറയുന്നത് ഡിഗ്രി ഇല്ലാതെ ഈവൻ +2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് പോലും സ്കിൽ സെറ്റ്സ് മാത്രം വെച്ച് ജോബ് നേടാൻ കഴിയുന്ന ഒരു മേഖലയാണ്. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ, ക്രിയേറ്റിവിറ്റി, ഇന്നോവേഷൻ, റിസർച്ച്, അനലിറ്റിക്സ്, കോണ്ടന്റ് ക്രിയേഷൻ എന്നിങ്ങനെ വ്യത്യസ്ത മേഖലകൾ ഏതിലെങ്കിലും ഒരു സ്കില്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെല്ലാം പറ്റിയ ജോബ് റോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ നിന്ന് അവൈലബിൾ ആണ്. ഇന്ന് പല ഓർഗനൈസേഷൻസും ട്രഡീഷണൽ മാർക്കറ്റിംഗിനെക്കാൾ കൂടുതൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിന് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി വരുന്ന കാലഘട്ടത്തിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡിമാൻഡ് അതിവേഗം വളരുമെന്നതിൽ ഒരു സംശയവുമില്ല. ഇതിന് പ്രധാന കാരണം ആൾക്കാരെല്ലാവരും ഓൺലൈൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ഫാസ്റ്റ് ഇവോൾവിംഗ് ഓൺലൈൻ ലാൻഡ്സ്കേപ്പുകളിലേക്ക് ബിസിനസ്സുകൾക്ക് ചേക്കേറണമെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൂടിയേ തീരൂ എന്നുള്ള സാഹചര്യം വന്നിരിക്കുകയാണ്. ഡിജിറ്റൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യം എന്ന് പറയുന്നത് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ലാതെ, വലിയ ഡിഗ്രി ഇല്ലാതെ, കൃത്യമായ പ്ലാനിങ്ങിലൂടെ, കൃത്യമായ സ്റ്റെപ്സുകളിലൂടെ കടന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജോബ് ക്രാക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഇന്നത്തെ വീഡിയോയിൽ ഫ്രഷേഴ്സ് ആയിട്ടുള്ള ഒരാൾക്ക് പോലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജോബ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന 7 സ്റ്റെപ്സുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് സാഹിർ. ഈ ചാനൽ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, മേൺ സ്റ്റാക്ക്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ്, ഡേറ്റ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡേറ്റ അനലിറ്റിക്സ് തുടങ്ങിയ വീഡിയോകളാണ് അപ്ലോഡ് ചെയ്യുന്നത്. എഡ്യൂ ലേണിംഗിൻ്റെ എയിം തന്നെ ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർക്കും കരിയർ ഗ്യാപ്പ് വന്നവർക്കും ഒരു IT കരിയർ എനേബിൾ ചെയ്യുക എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും മേൽപ്പറഞ്ഞ ഏതെങ്കിലും മേഖലയിൽ ജോബ് നേടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ യു ക്യാൻ കണക്ട് വിത്ത് us at 9746211123. സോ once again, I'm Sahir. വെൽക്കം ടു ദി വീഡിയോ ഓഫ് എഡ്യൂ ലേണിംഗ്. നിങ്ങൾക്കെല്ലാവർക്കും ഡിജിറ്റൽ മീഡിയത്തിലൂടെ ഒരു പ്രൊഡക്റ്റോ സർവീസോ മാർക്കറ്റ് ചെയ്യുന്നതിനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നതെന്ന് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജോബ് ക്രാക്ക് ചെയ്യാൻ വേണ്ട ഏറ്റവും ആദ്യത്തെ സ്കില്ലെന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജോബ് റോൾസ് അല്ലെങ്കിൽ ജോബ് ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ കാണുമ്പോൾ അതിലുണ്ടായിരിക്കുന്ന സ്കില്ലുകളിൽ ഏതെങ്കിലുമൊക്കെ ചുരുക്കം ചില സ്കിൽസ് എങ്കിലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇത് നമുക്ക് പലർക്കും അറിയാവുന്നതാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ ജോബ് ഡിസ്ക്രിപ്ഷൻസ് അവോയ്ഡ് ചെയ്യാറുണ്ട്. കണ്ണിൽ കാണുന്ന ജോബ് റോൾസിലെല്ലാം കയറി അപ്ലൈ ചെയ്യാറുണ്ട്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഇൻ്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റ് ആവുകയോ ഇൻ്റർവ്യൂ കിട്ടാനുള്ള സാഹചര്യമില്ല. നോർമലി ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ കാണുന്നത് കുറച്ച് സ്കിൽസാണ്. ലൈക്ക് SEO, SMM, കോണ്ടന്റ് റൈറ്റിംഗ്, ഗ്രാഫിക് ഡിസൈനിങ്, വീഡിയോ എഡിറ്റിംഗ്, ഡേറ്റ അനലിറ്റിക്സ്, പേപ്പർ ക്ലിക്ക് തുടങ്ങിയ സ്കിൽസൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കാണുന്നത്. നമുക്ക് ഓരോ സ്കിൽസും എന്താണെന്ന് നോക്കാം. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഡിജിറ്റൽ മാർക്കറ്റിനെ കുറിച്ച് ആദ്യമായിട്ട് കാണുന്നവർക്ക്, ആദ്യമായിട്ട് കേട്ടുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത്. നിങ്ങൾ പലർക്കും ഇത് അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്ത് കളയാവുന്നതാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്, എസ്പെഷ്യലി ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, ലിങ്ക്ഡിൻ തുടങ്ങിയ പ്ലാറ്റ്ഫോംസിൽ സോഷ്യൽ അവയർനെസ് അല്ലെങ്കിൽ ബ്രാൻഡ് അവയർനെസ് കൂട്ടുന്ന ജോബുകളാണ് ബേസിക്കലി ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആൾ ചെയ്യേണ്ടത്. ഇതിനായിട്ട് ഇവർ ഡെവലപ്പ് ചെയ്യേണ്ട സ്കിൽ എന്ന് പറയുന്നത് കോണ്ടന്റ് പ്ലാനിങ്, സോഷ്യൽ മീഡിയ സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യാനുള്ള സ്കില്ല്, പിന്നെ ഓരോ പ്ലാറ്റ്ഫോമിൽ ഫേസ്ബുക്കിൻ്റെ ടോൺ ആയിരിക്കത്തില്ല ഒരിക്കലും ഇൻസ്റ്റാഗ്രാമിൻ്റെ ഓഡിയൻസ്, രണ്ടും സെയിം കമ്പനിയാണെങ്കിൽ. അപ്പോൾ ഓരോ പ്ലാറ്റ്ഫോംസിൻ്റെയും ആൽഗോരിതത്തിനെ കുറിച്ചും അവരുടെ ഓഡിയൻസ് ടൈപ്പിനെ കുറിച്ചും അവരുടെ കോണ്ടന്റ് ടൈപ്സുകളെ കുറിച്ചും അവരുടെ ടോണുകളെ കുറിച്ചൊക്കെ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണം. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് പഠിക്കാനായിട്ട് ഫേസ്ബുക്ക് ബ്ലൂ പ്രിൻ്റ് എന്ന് പറഞ്ഞ കോഴ്സ് മെറ്റ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പഠിക്കാം. അല്ലെങ്കിൽ ഹൂട്ട്സ്യൂട്ട് അക്കാഡമിയുടെ കോഴ്സ് ഉണ്ട്, ഇത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. രണ്ടാമതായിട്ട് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ അല്ലെങ്കിൽ SEO നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സെർച്ച് എഞ്ചിനുകളിൽ റാങ്ക് ചെയ്യാൻ വേണ്ടി വെബ്സൈറ്റുകളെ ഒപ്റ്റിമൈസ് ചെയ്യുന്ന പ്രോസസ്സാണ് SEO എന്ന് പറയുന്നത്. SEOയ്ക്ക് വേണ്ടി നിങ്ങൾ പഠിക്കേണ്ടത് കീവേഡ് റിസർച്ച്, ഓൺ പേജ് SEO, ഓഫ് പേജ് SEO എങ്ങനെ ചെയ്യണം, ബാക്ക് ലിങ്ക്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ടെക്നിക്കൽ SEO എങ്ങനെ അച്ചീവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇതിനായിട്ട് നിങ്ങൾക്ക് ഗൂഗിളിൻ്റെ തന്നെ കീവേഡ് പ്ലാനർ എന്ന ടൂൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ യൂബർ സജസ്റ്റോ എന്ന ടൂൾ യൂസ് ചെയ്യാം, SEMrush യൂസ് ചെയ്യാം, Ahrefs യൂസ് ചെയ്യാം. നിങ്ങൾക്ക് SEO പഠിക്കാനായിട്ട് ഗൂഗിൾ തന്നെ ഒരു കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ SEO സ്റ്റാർട്ടർ ഗൈഡ് എന്ന് പറയുന്ന ആ കോഴ്സ് പഠിക്കാവുന്നതാണ്. അല്ലെങ്കിൽ മോസ്റ്റ് ബിഗിനേഴ്സ് ഗൈഡ് ടു SEO എന്ന് പറയുന്നത് നല്ല കോഴ്സാണ്. ഇത് രണ്ട് ഫ്രീ ആയിട്ടുള്ള കോഴ്സസ് ആണ്, നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. മൂന്നാമതായിട്ട് നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജോബ് ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന സ്കില്ലായിരിക്കും കോണ്ടന്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ടാർഗറ്റ് ഓഡിയൻസിനെ എൻഗേജ് ചെയ്യിപ്പിക്കാനായിട്ട് റിലയബിൾ ആൻഡ് ക്വാളിറ്റി കോണ്ടന്റ് ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോംസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനാണ് കോണ്ടന്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. കോണ്ടന്റ് മാർക്കറ്റിംഗിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ട സ്കിൽസ് എന്ന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോണ്ടന്റ്സ് ലൈക്ക് ഇമേജസ്, വീഡിയോ, ഇൻഫോഗ്രാഫിക്, പിന്നെ സ്റ്റോറി ടെല്ലിംഗ് ക്യാപ്പബിലിറ്റിയും കൂടെ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു കോണ്ടന്റ് മാർക്കറ്ററായിട്ട് വർക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കോണ്ടന്റ് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഹബ്സ്പോട്ട് അക്കാഡമിയുടെ കോണ്ടന്റ് മാർക്കറ്റിംഗ് കോഴ്സ് പഠിക്കാവുന്നതാണ്. നാലാമതാണ് പേപ്പർ ക്ലിക്ക്. പേര് പോലെ തന്നെ ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ചിട്ട് പേയ്മെൻറ്റ് നടത്തുന്ന ഒരു മോഡ് ഓഫ് അഡ്വർടൈസിംഗ് ആണ് പേപ്പർ ക്ലിക്ക് എന്ന് പറയുന്നത്. അതായത് ഒരു യൂസർ നമ്മളുടെ റൺ ചെയ്യുന്ന ആഡ് കണ്ടിട്ട്
ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് പേയ്മെൻറ്റ് നടത്തിയാൽ മതിയാകും. ഇത് പൊതുവെ പെയ്ഡ് ആഡ്സ് ആണ്. നമ്മൾ കോമൺലി സെർച്ച് എഞ്ചിൻസിലോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെയാണ് പേപ്പർ ക്ലിക്ക് ആഡ്സ് റൺ ചെയ്യുന്നത്. നിങ്ങൾ ഒരു പേപ്പർ ക്ലിക്ക് എക്സ്പേർട്ട് ആവണമെന്നുണ്ടെങ്കിൽ കീവേഡ് അന്വേഷണമുള്ള സ്കില്ല് പഠിച്ചിരിക്കണം. നമ്മൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ റിട്ടേൺ ഓൺ ആഡ് സ്പെൻഡ് കണ്ടെത്താനുള്ള മെട്രിക്സുകളെ കുറിച്ച് നല്ല നോളജ് ഉണ്ടായിരിക്കണം. ആഡ് ക്യാമ്പയിൻസ് ബിൽഡ് ചെയ്യാനും അത് ഒപ്റ്റിമൈസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും ഒക്കെ മനസ്സിലാക്കിയിരിക്കണം. ഇതിനായിട്ട് നിങ്ങൾക്ക് ഗൂഗിളിൻ്റെ തന്നെ പേപ്പർ ക്ലിക്കിൻ്റെ കോഴ്സ് ഉണ്ട്, അത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അഞ്ചാമതായിട്ട് നിങ്ങൾ നോർമലി ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഇപ്പോൾ അടുത്തിടയ്ക്കായിട്ട് കണ്ടുവരുന്നത് അനലിറ്റിക്കൽ സ്കില്ലും കൂടെ മിക്ക കമ്പനിയും ചോദിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിൻ്റെ ബാക്ക് ബോൺ തന്നെ അനലിറ്റിക്സ് ആണെന്ന് നമുക്ക് പറയാം. ഇതിന് വേണ്ട നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ട സ്കിൽസ് എന്ന് പറഞ്ഞാൽ ഗൂഗിൾ അനലിറ്റിക്സോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അനലിറ്റിക്കൽ ടൂൾസ് ഉപയോഗിച്ചോ വെബ്സൈറ്റ് ട്രാഫിക് ട്രാക്ക് ചെയ്യാനും യൂസർ ബിഹേവിയറും കൺവേർഷൻ റേറ്റ്സ് എല്ലാം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇതിനായിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ അക്കാഡമിയുടെ അനലിറ്റിക്കൽ കോഴ്സ് പഠിക്കാവുന്നതാണ്. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ഫ്രഷർ എന്ന നിലയിൽ ഒരു ജോബ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ടിപ്പാണ് ബിൽഡ് എ സ്ട്രോങ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോർട്ട്ഫോളിയോ എന്നുള്ളത്. നിങ്ങളുടെ പോർട്ട്ഫോളിയോ ആണ് എംപ്ലോയേഴ്സിന് മുമ്പിൽ നിങ്ങളുടെ ക്രെഡിബിലിറ്റി പ്രൂവ് ചെയ്യുന്ന പവർഫുൾ ടൂൾ എന്ന് പറയാം. ഫ്രഷേഴ്സിന് സ്കിൽസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്കില്ല്, നിങ്ങളുടെ കാപ്പബിലിറ്റി, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഒക്കെ നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ നിങ്ങൾക്ക് ഷോക്കേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങളൊരു സ്ട്രോങ് പോർട്ട്ഫോളിയോ കാണിക്കാനായിട്ട് നിങ്ങൾക്കൊരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുക. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നല്ല, ഏത് ഫീൽഡിലായിരുന്നാലും നിങ്ങളുടെ എക്സ്പീരിയൻസ് കാണിക്കാൻ ഏറ്റവും മികച്ചതാണ് ഒരു പേഴ്സണലൈസ്ഡ് അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ വെബ്സൈറ്റോ ബ്ലോഗോ എന്നുള്ളത്. നിങ്ങൾ ബ്ലോഗോ പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ചെയ്യുമ്പം എല്ലാ മേഖലയും കവർ ചെയ്യുന്ന തരത്തിലുള്ള പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുന്നത്, മറിച്ച് നിങ്ങൾ ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ സ്കില്ല് ഏറ്റവും കൂടുതൽ വിളിച്ച് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഏതെങ്കിലും ഒരു നിഷ് സെഗ്മെന്റ് എടുക്കുക. ഫോർ എക്സാമ്പിൾ SEO എടുക്കാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനലിറ്റിക്സ് എടുക്കാം, പേപ്പർ ക്ലിക്ക് എടുക്കാം. സോ അതിനെക്കുറിച്ചൊക്കെ ബ്ലോഗ് എഴുതുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് നിങ്ങളൊരു പേഴ്സണൽ ബ്രാൻഡ് ആകാൻ വേണ്ടി ശ്രമിക്കാനായിട്ട് സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോഷ്യൽ മീഡിയ അക്കൗണ്ടിനെ വെറും ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രമായിട്ട് കാണാതെ, അല്ലെങ്കിൽ വെറുതെ നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാനുള്ള ഉപാധി മാത്രമായിട്ട് കാണാതെ കരിയറിൽ ഗ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു ഉപാധി കൂടിയായിട്ട് കണക്കാക്കുക. സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ മാനേജ് ചെയ്യുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഏതൊരാൾക്കും ഒരു എസെൻഷ്യൽ സ്കില്ലാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ ലൈക്ക് ലിങ്ക്ഡിനോ ട്വിറ്ററോ ഇൻസ്റ്റാഗ്രാമോ അതിലൊക്കെ നിങ്ങൾ ഓർഗാനിക്കലി നിങ്ങളുടെ ഫോളോവേഴ്സിനെ വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പരം ഒരു ക്രെഡിബിലിറ്റിയും ഒരു പ്രൂഫും നിങ്ങൾ ഹയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കമ്പനിക്ക് ലഭിക്കത്തില്ല. നിങ്ങൾ സ്ട്രോങ് പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ വേണ്ടി വേറൊന്ന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ഒരുപാടുണ്ട്. ബിഹാൻസ്, വിക്സ് പോലുള്ളവ അതിൽ വളരെ ചുരുക്കം ചിലതാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്ലാറ്റ്ഫോംസിൽ നിങ്ങളുടെ വർക്ക് നിങ്ങൾ പബ്ലിഷ് ചെയ്യുക. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജോബ് കിട്ടാൻ വേണ്ടിയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എല്ലാ ജോബിനും ഇത് അത്യാവശ്യമാണ്. പക്ഷേ പലപ്പോഴും ഞാൻ ഈ ഒരു ടിപ്പ് ആരും ഫോളോ ചെയ്യുന്നതായിട്ട് കാണാറില്ല. സോ നിങ്ങൾക്ക് ഫ്രഷർ നിലയിൽ ജോബ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തിരിക്കണം. അതാണ് ടൈലർ യുവർ റെസ്യൂമെ ആൻഡ് കവർ ലെറ്റർ എന്ന് പറയാം. നമ്മളൊരു സിംഗിൾ റെസ്യൂമെ ഉണ്ടാക്കി വെക്കുക, അത് എല്ലാ ജോബ് റോളിലും അപ്ലൈ ചെയ്യാറാണ് പതിവ്. പക്ഷേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കൊരു ജോബ് കിട്ടത്തില്ല. നിങ്ങൾ ഓരോ ജോബിനും അനുസരിച്ചുള്ള റെസ്യൂമെ പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ ആ ഏരിയ ചെയ്ത വർക്ക്സ് അല്ലെങ്കിൽ അച്ചീവ്മെൻറ്റ്സിനെ കുറിച്ച് കൃത്യമായിട്ട് അതിൽ മെൻഷൻ ചെയ്യുക. കൂടാതെ റെസ്യൂംസിനുള്ളിൽ ടാഞ്ചിബിൾ ആയിട്ടുള്ള റിസൾട്ട്സ് പബ്ലിഷ് ചെയ്യുക. ലൈക്ക് എത്രത്തോളം ട്രാഫിക് കൂട്ടാൻ പറ്റിയെന്നോ, ഓർഗാനിക്കലി എത്രത്തോളം ഗ്രോ ചെയ്തു എന്നുള്ളതോ, അല്ലെങ്കിൽ നിങ്ങൾ എൻഗേജ്മെൻറ്റ്സ് റേറ്റ് കൂട്ടിയെന്നോ, അങ്ങനെയൊക്കെ ഉള്ള അച്ചീവ്മെൻറ്റ്സ് നിങ്ങൾ ടാഞ്ചിബിളായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്ന അച്ചീവ്മെൻറ്റ്സിനെ കുറിച്ച് മെൻഷൻ ചെയ്യുക. നാലാമതായിട്ടുള്ള ടിപ്പാണ് നെറ്റ്വർക്ക് വിത്ത് പ്രൊഫഷണൽസ് എന്ന് പറയുന്നത്. നെറ്റ്വർക്കിംഗ് ചെയ്യുന്നത് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഇൻഡസ്ട്രി ട്രെൻഡ്സിനെ കുറിച്ചൊക്കെയുള്ള അവയർനെസ് തരും. നെറ്റ്വർക്ക് ചെയ്യാനായിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ സ്കിൽസ്, ഇൻട്രസ്റ്റ്, ഗോൾസ് ഇതെല്ലാം കൃത്യമായി പറയുന്ന തരത്തിലുള്ള, ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രൊഫൈൽ ലിങ്ക്ഡിൻ ബിൽഡ് ചെയ്യുക. ഇതാണ് നെറ്റ്വർക്കിനായിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഫോളോ ഇൻഫ്ലുവൻഷ്യൽ ഫിഗേഴ്സാണ്. നിങ്ങളുടെ മേഖല, നിങ്ങളുടെ സ്കില്ല് കിട്ടുന്ന ഇപ്പോൾ SEO ആവാം, അല്ലെങ്കിൽ SMM ആവാം, അല്ലെങ്കിൽ പേപ്പർ ക്ലിക്ക് ആവാം. അതിലെല്ലാം ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. ആ ഇൻഫ്ലുവൻസേഴ്സിനെ കണ്ടെത്തുക, അവരെ ഫോളോ ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവർ നിരന്തരം അവരുടെ പ്രൊഫൈലിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള നിഷ് സെഗ്മെൻറ്റിൻ്റെ വാല്യൂബിൾ ആയിട്ടുള്ള കോണ്ടന്റ് പോസ്റ്റ് ചെയ്യുന്നവരായിരിക്കും. ഇന്ത്യയിലോ കേരളത്തിലുള്ളവരെയൊക്കെ നിങ്ങൾക്ക് ഇതിൽ ടാർഗറ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഇൻഫ്ലുവൻസേഴ്സിനെ കണ്ടെത്തി കഴിഞ്ഞാൽ അവരുടെ കോണ്ടന്റിൽ നിരന്തരം ലൈക്കും ഷെയറും കമൻ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ശ്രദ്ധ ഒരുപാട് കാലഘട്ടം കഴിയുമ്പോൾ നിങ്ങളുടെ കമൻറ്റിനെ കുറിച്ച് അവർ ശ്രദ്ധിച്ചു തുടങ്ങും. ഇത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അവരുമായിട്ട് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. മൂന്നാമത് ചെയ്യേണ്ടതെന്ന് ജോയിൻ റിലവൻറ്റ് ഗ്രൂപ്പ് ആൻഡ് കമ്മ്യൂണിറ്റീസ് എന്നുള്ളതാണ്. ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ
എല്ലാ ടെലിഗ്രാമിലൊക്കെ എല്ലാ നിഷ് സെഗ്മെൻറ്റിനെയും കുറിച്ചിട്ടുള്ള ഒരുപാട് കമ്മ്യൂണിറ്റീസ് അവൈലബിൾ ആണ്. അത്തരം കമ്മ്യൂണിറ്റീസിൻ്റെ ഭാഗത്താകുക. നെറ്റ്വർക്കിങ്ങിന് ഏറ്റവും മികച്ച വേറൊരു ടിപ്പാണ് ഓൺലൈൻ വെബിനാർസ്. ഇത് നമുക്കറിയാം, എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് പല പ്രശസ്തരായ ആൾക്കാരും വെബിനാർസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസീസോ കമ്പനീസോ ഒക്കെ നടത്തുന്ന വെബിനാർസിൽ ഭാഗമാവുക. ഈവൻ ഗൂഗിളും SCM റഷ്യയും ഹബ്സ്പോട്ടും ഇങ്ങനെ തുടങ്ങിയ കമ്പനീസ് പോലും ഫ്രീ ആയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വെബിനാർസ് വയ്ക്കുന്നുണ്ട്. ഇങ്ങനെ വെബിനാർസിൽ കയറുന്നത് ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ആവാനും അങ്ങനെയുള്ള ആൾക്കാരെ പരിചയപ്പെടാനും തോട്ട് ലീഡേഴ്സായിട്ട് പരിചയപ്പെടുന്നതൊക്കെ സാധിക്കുന്നതാണ്. അഞ്ചാമത്തെയും ഫൈനൽ ടിപ്പാണ് തറോലി പ്രിപ്പയർ ഫോർ ദ ഇൻ്റർവ്യൂ എന്ന് പറയാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻ്റർവ്യൂസ് പൊതുവെ ടെക്നിക്കൽ, ക്രിയേറ്റീവ്, പിന്നെ സ്ട്രാറ്റജിക് ഡിസ്കഷൻ്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും. സോ ഇത്തരത്തിൽ ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് തറോ പ്രിപ്പറേഷൻ്റെ ആവശ്യമുണ്ട്. നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുന്ന കമ്പനിയുടെ ഡിജിറ്റൽ ഫുട് പ്രിൻറ്റ്സ് അക്രോസ് ഡിഫറെൻറ്റ് ചാനൽസ് ലൈക്ക് ദർ വെബ്സൈറ്റ്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്, അവരുടെ റീസെൻറ്റ് ആഡ് ക്യാമ്പയിൻസ് എന്നിവയെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ട് പോവുക. എന്നിട്ട് അവരുടെ കറണ്ട് സ്ട്രെങ്ത്, അവരുടെ സ്ട്രാറ്റജി എന്താണ്, അതിൽ ഏതൊക്കെ മേഖലയാണ് ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടത് എന്നുള്ളൊരു സജഷൻ കൊടുക്കാൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി ഈ കമ്പനി നിങ്ങളെ ഹയർ ചെയ്യും. ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഒരു വെബ്സൈറ്റ്, നിങ്ങൾ ഇൻ്റർവ്യൂ പോകുന്ന കമ്പനിയുടെ വെബ്സൈറ്റിൽ SEO ഫ്രണ്ട്ലി കോണ്ടന്റ് ഇല്ലെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വ്യക്തമായിട്ട് പറയുക. ഇൻസ്റ്റാഗ്രാമിൽ ഉപയോഗിക്കുന്ന #ടാഗ്സ് പ്രോപ്പർ അല്ലെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ഫ്രഷർ എന്ന നിലയ്ക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജോബ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന 5 ടിപ്സാണ് പറഞ്ഞത്. ഈ 5 ടിപ്പും കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഡെഫിനറ്റ്ലി ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യുന്നതൊക്കെ തുടക്ക കാലഘട്ടത്തിൽ ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നാം. ഈവൻ സ്കിൽസ് ഉണ്ടെങ്കിൽ കൂടി പലർക്കും ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ് കണ്ടുവരാറില്ല. നിങ്ങൾക്ക് ഫസ്റ്റ് ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിലും ഡോണ്ട് വറി, ടേക്ക് 1 സ്റ്റെപ്പ് അറ്റ് എ ടൈം, അപ്ഡേറ്റ് യുവർ സ്കിൽസ്, സ്റ്റേ കൺസിസ്റ്റൻറ്റ്. ഓരോ മണിക്കൂറിലും അല്ലെങ്കിൽ ഓരോ മിനിറ്റിലും നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് നിങ്ങളുടെ ജോലിയിലേക്ക് അടുപ്പിക്കുകയാണെന്നുള്ള ചിന്ത നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. സോ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ അനന്തമായ പോസിബിലിറ്റീസ് എന്താണെന്ന് മനസ്സിലാക്കുക. അതിനുള്ള ജോബ് ക്രാക്ക് ചെയ്യുക, ഏറ്റവും എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് അവസരമുള്ള ഒരു മേഖലയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. നിങ്ങൾക്ക് ഞാൻ ഇന്ന് ഓരോ സ്കില്ലും പഠിക്കേണ്ട ഫ്രീ റിസോഴ്സസ് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഫ്രീ റിസോഴ്സസ് പഠിച്ച് ജോബ് നേടാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മെൻറ്ററിൻ്റെ സപ്പോർട്ടോടുകൂടി ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ കണക്ട് വിത്ത് us at 91462123. താങ്ക് യു.